കൃഷിക്ക് ആക്സിഡന്റ് ഗൈസ്, വീണ് പൊട്ടി 5 സ്റ്റിച്ച്. ഇല്ല പിന്നെ ഇപ്പഴത്തേക്കിടെ പോണം. കൊടുക്കട്ടെ. പാദം മത ഓം ചെയ്തു. പാദം ചെയ്ത് ഓം ചെയ്തു. സൂപ്പർ ആയിരുന്നു ഗൈസ്. ഹലോ, അപ്പോൾ കുളിച്ച് റെഡിയായിട്ട് എങ്ങോട്ടേക്കാണെന്നല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ആദൂട്ടൻ്റെ ചോറൂണാണ്, ബർത്ത്ഡേ എന്നൊക്കെയാണ് പറയുന്നത്, ചോറൂണാണ്. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ്, അതായത് വൈകുന്നേരമാണ്. കുടുംബക്ഷേത്രത്തിലെ അവിടെ മുത്തപ്പൻ്റെ വെള്ളാട്ടലുണ്ട്, മുത്തപ്പനാണ് ചോറ് കൊടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. കുളിച്ച് റെഡിയായേ ഉള്ളൂ. അപ്പോൾ ഇനി എപ്പോഴാണ് നമുക്ക് ഇൻട്രോ എടുക്കാൻ പറ്റുമെന്നും അറിയില്ല. അതുകൊണ്ട് എല്ലാം റെഡിയാകുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ഇൻട്രോ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പം കണ്ണൂർ താഴെച്ചുവക്കെന്ന്, താഴെച്ചുവയല്ല, അതിനുള്ളോട്ടേക്ക് പോകണം. തിലാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ കുടുംബക്ഷേത്രമുള്ളത്. എൻ്റെ അമ്മേൻ്റെ ക്ഷേത്രമാണ്, അപ്പം കുടുംബക്ഷേത്രമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ്. വീട്ടിൽ നിന്ന് ഞാനിപ്പം മയിലുള്ളത്. ഇവിടുന്ന് ഇനിയിപ്പം അങ്ങോട്ടേക്ക് പോകണം. വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണം. ഒരു 6 മണി അങ്ങനെ ആകുമ്പോൾ അവിടെ നിന്ന് ചടങ്ങുള്ളത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഇതാ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇനി അവനെ റെഡിയാക്കി എടുക്കണം. ബാക്കി നമുക്ക് ഫുഡ് കഴിക്കണം. ഉച്ചയാണ്. അപ്പോൾ ഇനി നമുക്ക് വഴിയെ കാണാം, ഓരോന്നായിട്ട്. എനിക്ക് എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷേ ആരെങ്കിലും ആയിട്ടൊക്കെ എടുക്കും. അപ്പോൾ ശരി, നമുക്ക് കാണാം ഗായ്സ്. അപ്പം റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളവർ താഴെയുണ്ട്, ഞാൻ താഴോട്ട് പോയിട്ട് എടുക്കാം. അപ്പം ആദ്യമേ ഗായ്സ്, അപ്പം നമ്മൾ പോവാൻ നോക്കാണ്. എല്ലാം റെഡി, എല്ലാം റെഡിയായി, നമ്മൾ പോവാണ് കൃഷിക്ക് ആക്സിഡന്റ് ഗൈസ്, വീണ് പൊട്ടി 5 സ്റ്റിച്ച്. ഇല്ല പിന്നെ ഇപ്പഴത്തേക്കിടെ പോണം. അത് ഫുള്ള് വഴി പോയിട്ട് സീരിയസ് ആണ്. വേറെ ഏച്ചൂർ പിടിച്ചോളൂ. കണ്ണാടിപ്പറമ്പ് വരാനും കലയുണ്ട്, നല്ല റോഡല്ലേ, മോശം റോഡ്. ഗൈസ്, നമ്മൾ ക്ഷേത്രത്തിലെത്തി. വിത്ത് കൂട്ടാട്ടൻ എല്ലാവരും ഉണ്ട്. നമ്മൾ വരുമ്പോൾ വീഡിയോ എടുക്കാൻ പറഞ്ഞു, ഭയങ്കര ഇറങ്ങിയൊരു ചൂടല്ലായിപ്പോയി. അതുതാ നാരായണി എൻ്റെ അതും സെറ്റായിരിക്കുകയാണ് ഗൈസ്. ഗൈസ്, ഇതെല്ലാവരും കുറ്റവും 10 നുണയും കുറ്റവും പറഞ്ഞിട്ടില്ലേ സമാധാനം കിട്ടല്ലോ. അവിടെ എല്ലാവരും അങ്ങനെ. ഇതാണ് മടപ്പര മുത്തപ്പൻ്റെ മുടിയാണ് ഗൈസ്. അത് മുത്തപ്പൻ കഴിഞ്ഞില്ല, മറിഞ്ഞാ മതി, തിരിച്ചു കൊടുത്തോ. അപ്പോൾ ഇതാ നമ്മളവിടെ എത്തി, എല്ലാവരുമായിട്ട് ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ആ ദിവസം ഭയങ്കര കരച്ചിലായിരുന്നു, വിശന്നിട്ട്. അപ്പോൾ അവന് പാൽ കൊടുക്കാൻ വേണ്ടി ഞാൻ പോയ ടൈമിന് പൊന്നുമാണ് പിന്നെ വീഡിയോസൊക്കെ എടുത്തത്, അറിയാലോ, അടിമക്കണ്ണ്. അപ്പോൾ അവളെ കൊണ്ടാകുന്ന രീതിയിൽ വീഡിയോയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി എനിക്ക് പറ്റുന്ന പോലെ ഞാനും എടുത്തു. പിന്നെ നമ്മൾ പിന്നെ എല്ലാവരും ഫാമിലി തന്നെയാണല്ലോ, അതുകൊണ്ട് പിന്നെ എല്ലാവർക്കും ഒന്ന് സിംഗാമിൽ പാടൊന്നും ഉണ്ടായിട്ടില്ല. ഇതാണ് നമ്മുടെ മടപ്പര വരുന്നത്. തറവാട്ടിൻ്റെ മുന്നിലാണ് മടപ്പര വരുന്നത്. അപ്പോൾ അമ്മേൻ്റെ തറവാട് ക്ഷേത്രമാണ്. അമ്മമ്മേൻ്റെ നേർച്ചയായിരുന്നു മോന് ആദ്യം അവിടെ നിന്ന് ചോറ് കൊടുക്കണം എന്നുള്ളത്, മുത്തപ്പൻ കെട്ടിയിട്ട് അങ്ങനെ. അപ്പോൾ ഇതാ മുത്തപ്പൻ്റെ കെട്ടുന്നത് റെഡിയായിക്കൊണ്ടിരിക്കുന്ന ചായം തേക്കൽ മൂത്തെഴുത്ത് പരിപാടിയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സമയം ഇപ്പോൾ ഒരു 4:45 ടൈം ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഓർമ്മയിൽ അങ്ങനെയാണ്. ഞാൻ പിന്നെയാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്.
അപ്പം ഇനിയും ടൈം ഉണ്ടല്ലോ, അത് 5:30 ആയി തോന്നുന്നു ഇറങ്ങാൻ. പിന്നെ ഓരോരുത്തർ ഫാമിലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും വന്നു കഴിഞ്ഞതിന് ശേഷമേ തുടങ്ങിയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും പിന്നെ സമയം പോകുമല്ലോ, എല്ലാവരും അറിയുന്ന ആൾക്കാരായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. എൻ്റെ കുട്ടാൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ആദ്യമായിട്ടാണ് വരുന്നത്. പിന്നെ ആദ്യം കാണിക്കാം, പിന്നെ കാണൂല. അപ്പോൾ അത് മുത്തപ്പൻ ഇറങ്ങുന്നതിന് മുന്നേയുള്ള കൊട്ടായിരുന്നു. അതിനുശേഷം കുറച്ച് സമയം എടുത്തു മുത്തപ്പൻ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള സമയത്ത് പിന്നെയും നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്തു. നമുക്ക് പോലെ നടക്കാം, നമുക്ക് പോലെ. ആദ്യം പിന്നെ അടുത്ത കൊട്ടും മേളെല്ലാം കേട്ടാലും കുറേ സമയം ഇങ്ങനെ എന്താണെന്ന് വിചാരിച്ച് നോക്കുന്നതുണ്ട്. പിന്നെ അവന് ഇങ്ങനെ മൂഡ് മാറി വന്നു. പക്ഷെ എന്നാലും പ്രശ്നമില്ലായിരുന്നു. ഞാൻ വിചാരിച്ചത്ര പ്രശ്നമാക്കിയിട്ടില്ല ആൾ. പക്ഷെ കുറേ സമയം വെയിറ്റ് ചെയ്തു. വൈകുന്നേരം നമ്മളൊരു 4:30 അങ്ങനെ 4 മണിയാകുമ്പോൾ അവിടെ എത്തി. പിന്നെ വൈകുന്നേരം ഒരു 7:30 എങ്ങാണ്ടായി ചോറ് കൊടുക്കുമ്പോൾ. അപ്പോൾ അത്ര സമയം വരെ അവൻ വെയിറ്റ് ചെയ്ത് നിന്നു. പക്ഷേ അവൻ അറിയുന്ന ആളെടുത്ത് പോകുമ്പോൾ വലിയ പ്രശ്നമില്ല. അറിയാത്ത ആളെ കാണുമ്പോൾ ഒരു ചെറിയ പ്രശ്നം. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് വരുന്ന ടൈം ആയതുകൊണ്ട് ചെറുങ്ങനെ മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ പിന്നെ എല്ലാവരും ഫാമിലിയിൽ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. മിന്നു, ഉണ്ണി എല്ലാവരും വന്ന്. അമ്മക്ക് വരാൻ പറ്റിയിട്ടില്ല, ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ എനിക്കാണെങ്കിൽ നിന്ന് തരിക സമയമില്ലായിരുന്നു. കാരണം ഒന്നാമത് നമ്മളെ നേർച്ചയാണല്ലോ, അതുകൊണ്ട് പിന്നെ ഓരോ വഴിപാട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ മൊത്തം വീഡിയോസും പൊന്നും എടുത്തത്, അനുസരി എടുത്തത്. അതുകൊണ്ട് വോയിസ് ഓവറൊന്നും കൊടുക്കാനോ അല്ലെ അവിടെ നിന്ന് സ്പോട്ടിൽ സൗണ്ട് കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ അവളെ കൊണ്ടാകുന്ന രീതിയിൽ എല്ലാവരും കൊള്ളിക്കാൻ പറ്റി. പിന്നെ ഞങ്ങൾക്ക് ഒരു ഇതുണ്ടായിരുന്നു. കാരണം അവൻ്റെ ഒരു ആദുവിൻ്റെ ഒരു മൈൽ സ്റ്റോൺ ആണല്ലോ ഒരു ചോറൂണെന്നെല്ലാം പറയുമ്പോൾ. അപ്പോൾ അത് മര്യാദയ്ക്ക് എടുത്തു വെക്കണം, അത് മെമ്മറിയായി സൂക്ഷിക്കണം എന്നെല്ലാം ഉള്ളൊരു ഇതുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ മാക്സിമം അവളോട് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവളെ കൊണ്ടാകുന്ന രീതിയിലെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും പിള്ളേരെല്ലാവരും ഭയങ്കര കളിയായിരുന്നു. കാരണം ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. പക്ഷേ ഫാമിലിയിൽ തന്നെ ഒരുപാട് കുട്ടികളുണ്ട്, അല്ലാണ്ട് അവിടുത്തെ പിള്ളേരുണ്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര കളിയെല്ലായിരുന്നു. അപ്പോൾ ഇത് അതൊരു പേരിൽ ഇങ്ങനെ അവിടെ വഴിപാടും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് നെയ്വിളക്ക് കൊടുക്കുന്ന ഒരു സംഭവമാണ്. ഇതാണ് നമ്മളെ തറവാട് വീട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പിറകിൽ ഭയങ്കര വലിയ സ്റ്റോറികളുണ്ട്. കാരണം ഞാനൊരു ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമാണ് ഇങ്ങനെ തറവാടുണ്ടെന്നും അങ്ങനെ ഒരു അവിടെ ക്ഷേത്രം ഉണ്ടെന്നെല്ലാം അറിയുന്നത്. അപ്പോൾ ആ ടൈമിന് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു വെറും കാട് പോലത്തെ സ്ഥലമാണ്. പിന്നെയാണ് അവിടെ ക്ഷേത്രം വന്ന് അങ്ങനെയൊക്കെ ഡെവലപ്മെൻറ്റിലായി. പിന്നെ ഈ തറവാട് വീട് പോലെ എടുത്തു, അങ്ങനെയെല്ലാം ഉള്ള സംഭവം വന്നത്. അപ്പോൾ ആദ്യം മുതലേ നമ്മൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം പിന്നെ കുറേ മാറിപ്പോയി. ഞാൻ ലാസ്റ്റ് പോയത് കല്യാണം കഴിഞ്ഞിട്ട് ഞാനും കുട്ടാട്ടനും കൂടെ പോയതുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 വർഷം എങ്ങാണ്ടായി. അതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാവരും ഒരുപാട് പേരെ കാണാനും ഇതാക്കാനെല്ലാം പറ്റി. അത് പലരും ഇപ്പോഴാണ് കാണുന്ന ചിലവർക്ക് മനസ്സിലാവും. കാരണം ഞാൻ കുറേ മാറിപ്പോയി. ചിലവർക്കൊന്നും മനസ്സിലായിട്ടേ ഇല്ല. അവിടുത്തെ പലർക്കും എന്നെ മനസ്സിലായിട്ടില്ല. കാരണം ഡെലിവറിയെല്ലാം കഴിഞ്ഞിട്ട് നല്ല മാറ്റം വന്നല്ലോ, അതുകൊണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ അടുത്ത ചടങ്ങും കാര്യങ്ങളെല്ലാം കുട്ടാടിനും അറിയില്ല. കുട്ടാടിനും ആദ്യമായിട്ട് ഇങ്ങനെ ഒരിക്കൽ വന്നു പോയി എന്നല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ലല്ലോ. ഇതിപ്പം ഓരോ വഴിപാടും കാര്യങ്ങളും കഴിക്കുന്നത് നെയ്വിളക്ക് കൊടുക്കുന്ന ഒരിതാണ്.
പൊന്നു ചേച്ചി കുടുംബക്ഷേത്രത്തിനെ കുറിച്ച് 2 വാക്ക്. അപ്പോൾ എൻ്റെ അമ്മക്ക് ചോറൂണെത്താൻ പറ്റിയിട്ടില്ലായിരുന്നു, വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ അമ്മേനെ വീഡിയോ കോൾ ചെയ്യുന്നതാണ്. ചേച്ചി ഇവരെങ്ങനെയിലോട്ട് വന്നേ? കുഞ്ഞാവിരുന്നെടുത്ത് കൊടുത്തു. വന്നിട്ടുള്ളൂ.
അത് ചെന്നം കളിച്ചോ അതിൽ വെച്ചോ വീഡിയോ ക്യാമറയിൽ എടുത്ത പോലെ ഉണ്ട്. ആയോ മുണ്ടെടുത്തോ? പൊന്നു കയറി Adam. ഇനി അവർ തൊട്ട് കൊടുത്താൽ മതി. കുടുംബത്തെ അച്ഛനമ്മയും കൊടുത്തു. അന്നെടുക്കണ്ട, അന്നം വേണ്ട, അന്നം കൊടുക്കണ നീ കൊടുത്തില്ലേ? ഇല്ല, ഞാൻ എല്ലാരും കൊടുക്കുന്നവരല്ലോ കുറച്ചിങ്ങോട്ടെ ശരി.
കൊടുത്താൽ മതി. ഇനി കൊടുത്തില്ല ഞാൻ കൊടുത്തോളൂ. വാ കൊടുക്കുന്നേരെ വന്നോളെ ഓൻ തിന്നുന്നുണ്ട്. ഓനാണെന്നും കുഴപ്പമേ ഇല്ല. അതാ ഓന് അതാ കൊടുക്ക് അച്ചു കൊടുക്ക് വെറുതെ കൊടുക്ക്. മാമന്മാരാ വെറുതെ എങ്ങനെ വെറുതെ ഒന്ന് ടച്ച് ചെയ്തിട്ട് കൊടുത്താൽ അമ്മ അമ്മ മൂത്തച്ഛ കൊടുത്തിനാ മാമി ഏകദേശമാക്കനായവർക്ക് നല്ലതാണ്. നല്ല കുടുംബം, നല്ല ജീവിതം, നല്ല വിലങ്ങാഴ്ച ഇതാ ആ കുടുംബ ജീവിതത്തിലുള്ള ചിരികളെത്തുള്ള സന്തോഷമായി മുന്നോട്ട് എല്ലാ ഭാഗ്യപ്പെട്ടതാണ്. അതിൽ നല്ല സന്താനത്തിൽ മുത്തപ്പനാണ്. ഇതാ ആദ്യത്തെ നാളെ അത്രയും നാഗത്തെ നക്ഷത്രമാണ്. ഇതാ അതുകൊണ്ട് നക്ഷത്ര ദിവസമൊക്കെ അവരുടെ നല്ല മനസ്സൊക്കെ പ്രാർത്ഥിക്കുക. ഇതാ ആദ്യം ഒന്നിനാളൊക്കെ വരുമ്പോൾ ഒരാഴ്ച ബുധനും ആയുധമൊക്കെ വരുന്നതായും നല്ലോണം പ്രാർത്ഥിച്ചാൽ മതി. ഇതാ നല്ല ജീവിതമാണ്, നല്ല സ്നേഹകരമാണ്. ഇതാ ഇവിടെ ജീവിക്കാൻ പറ്റിയൊരു ഭാഗ്യമാണ്. പിന്നെ ആർപ്പാടൊന്നുമില്ല, സംസാരമുണ്ട്. സംസാരമുണ്ട്. ഇതാ നീക്കും ചെയ്യും പറയേണ്ട പറയും. ഇതാ അതിന് വിഷമമുണ്ട്. ഇതാ ഇളക്കുണ്ട് ഒന്നും പറഞ്ഞിട്ടേ മുറക്കുണ്ടാവും. ഇതാ അതുകൊണ്ട് ഇളക്കുണ്ട് വെള്ളം സ്നേഹിക്കട്ടെ. ഇതാ ഒരു തണുപ്പിനെ സ്നേഹിക്കാതെ തണുപ്പിനെ സ്നേഹിച്ചിട്ട സ്ഥലത്തിനെ സ്നേഹിച്ചിട്ട. ഇതാ ചെറിയ പ്രായത്തെ ജീവിതം പഠിക്കാം. ഇതാ അച്ഛൻ്റെ അമ്മയിലും ഒരു വിഷമം മനസ്സിലാക്കിയിട്ടാണ് എപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഇതാ അതുകൊണ്ട് കഷ്ടപ്പെട്ട അവരെ പഠിച്ചിട്ടുണ്ട്. ഇതാ അച്ഛനും അമ്മയും അത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിക്കുകയാണ്. ആ പഠിച്ചിനെ പദവി തന്നെ മുന്നോട്ട് പോകണം. ഇതാ അതുകൊണ്ട് സ്വന്തമായിട്ടുള്ള ഭാഗ്യമുണ്ട്. ആ ഭാഗ്യത്തിന് മുന്നോട്ട് പോയിക്കോട്ടെ. ഇനി പഠിച്ചിനെ കണ്ണു മേഖല അങ്ങനെ ഇതാ അതാണ് ആ പദവി തന്നെ ആയിക്കോട്ടെ. സ്വന്തത്തെ പ്രായം നോക്കി. ഇതാ നല്ല അറിവുണ്ട്, നല്ല കഴിവുണ്ട്. ഇതാ ഇന്നിവിടെ ഇളക്കുണ്ട്. രണ്ടുപേരും നല്ല ആയിക്കോട്ടെ. ഇതാ നല്ല പറയാമൊക്കെ ഇനി പെട്ടെന്ന് പോകണ്ടല്ലോ. ഇനി ബാക്കിയുള്ളവർക്ക് പറയാം. ഇതാ ആയിക്കോട്ടെ. ഇനി അവർക്ക് ഭോജനം കൊണ്ട് ഈ കാര്യം കൊണ്ട് മുത്തപ്പനൊരു ഭോജനം വേണ്ടേ പറയാം. ആയിക്കോട്ടെ അടുത്തോ കുറച്ചും കൂടെ വായ്പട്ട് പോയി മുന്നാളുണ്ട്. കളക്കുണ്ട് എല്ലാ വിഭാഗവും കളക്കുണ്ട് ഇന്നത്തെ മാറ്റങ്ങൾ വന്നു രണ്ട് കുടുംബമായി വെച്ച് അതേപോലെ തന്നെ നമുക്ക് പ്രായം കഴിഞ്ഞിട്ട് ഇതാ എവിടെയെല്ലാം നോക്കി ചെയ്യണം. ഉദാഹരണം ഇതാ അതെവിടെയാണ് നോക്കി ചെയ്യാനും പെരുമാറി നോക്കണം. ഇതാ പ്രായം നോക്കിയിട്ട് എവിടെയാണ് താല്പര്യം ക്ഷേത്രകാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരൊക്കെ ചെയ്യുന്നത് ഇപ്പോഴും എവിടെയാണ് പോകേണ്ടത് എങ്ങനെയാണ് ഇപ്പോഴേ പറയേണ്ടത്. അത് അന്നത്തെ ദിവസം അവരെ പെട്ടെന്ന് തീരുമാനിച്ചു വെച്ചു. അവർക്ക് ഇതാ ബാക്കി ആളത്തുണ്ട്. ആ ഒരേ വേവനാക്കി പോകാം. ഇതാ ജീവിതം പഠിക്കട്ടെ. അമ്മ എങ്ങനെയാണ് വളർത്തി എങ്ങനെ പഠിച്ചു നോക്കണ്ടേ. ഇതാ അതുകൊണ്ട് പ്രത്യക്ഷമേ കഴിക്കണം. ഇതാ നോക്കിയാൽ ഉണ്ട് കരം. ഇതാ നല്ല ജീവിതമാണ്. ഇതാ നല്ല ഇളക്കുണ്ട്. നമ്മുടെ കുടുംബം നല്ല ജീവിതം കിട്ടുന്നുണ്ട്. ഇനി കർമ്മേഖല ഇവിടെയാണ് പ്രശ്നം. ഇതാ ഉള്ളത് ഗൈസ്. അപ്പം വെടിക്കെട്ട് പൂരോ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പരിപാടി കഴിഞ്ഞു. ചോട് കൊടുത്ത് ആദു ഇതാന്ന് ചോട് തിന്ന ആദു കുത്തക്കെട്ട് ആദു. സൂപ്പറായിരുന്നു ഗൈസ്. നമ്മൾ കരഞ്ഞു ഗൈസ്. പറ ബാക്കിലുണ്ട് ഗൈസ്. നമ്മൾ കരഞ്ഞു ഗൈസ്. അപ്പം അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം മുത്തപ്പൻ മുടി കഴിക്കണം. മുടി കഴിച്ചിട്ട് നമ്മൾ പോവാണ് ഗൈസ്. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. ബൈ ബൈ പറ. മുത്തപ്പൻ്റെ മുടി കഴിക്കുന്നത് കാണിക്കണ്ടേ ഗൈസ്. അത് ഇതൊന്നിക്ക് ഇത് കഴിഞ്ഞിട്ട് കാണിക്കുമോ അല്ലേ ഇതിന് മുന്നേ കാണിക്കും.